കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നത് അടീനത്തിനൊന്ന് ഹാർട്ട് പ്രൂൺ ചെയ്യണമെന്ന്. കാരണം ഇത് നല്ല ബുഷിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇതിലൊട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ പൂക്കളില്ലാതെ അടീനെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം. മാത്രമല്ല അത്യാവശ്യം നല്ല വെയിലുള്ളിടത്താണ് വെച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് മാർഗം ഇതൊന്ന് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല പുതിയൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കൊമ്പുകളായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. ഈ ഓരോ കൊമ്പ് മുറിച്ചതിന് ശേഷം അതിലൊരു ഫംഗിസൈഡ് കൂടി പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ സാഫാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കൊമ്പും നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. ഇത് ചെറിയ കമ്പുകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ സാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുറിച്ച ഒരു കൊമ്പില്ലേ, ആ കൊമ്പ് സാഫിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗത്തും കൂടി തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് ആവും. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ ബ്രഷൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇത് കൊമ്പ് പിടിപ്പിക്കണമെങ്കിലും എന്തായാലും ആ ഒരു സൈഡിലും കൂടി തേച്ച് കൊടുക്കണമല്ലോ കൊമ്പിൻ്റെ അവിടെ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേറെ തേക്കുകയും വേണ്ട കേട്ടോ. അതുമ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇത് സെറ്റായി. അപ്പോൾ അങ്ങനെ ഓരോ കൊമ്പും ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ സാഫ് രണ്ട് സൈഡിലും തേച്ച് കൊടുക്കുകയാണ്. ഇത് നല്ല വെയിലിൽ തന്നെ നിന്നോളും. ഇനിയെങ്കിലും ഫ്ലവർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു 8 ചട്ടിയോളം നമുക്ക് അടീനിയം ഉണ്ട്. അതും മൊത്തം നമ്മൾ ശരിക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. അതിലെല്ലാ കൊമ്പും നമ്മൾ പിടിപ്പിക്കുന്നില്ല, എന്നാലും കുറച്ച് കൊമ്പുകൾ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്. ബാക്കി കൊമ്പുകൾ അതിനാവശ്യമുള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും നമ്മൾ സാഫ് മുറിച്ച കമ്പുകളിലൊക്കെ സാഫ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കമ്പുകളൊക്കെ സേഫാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ ഇനി ഇത് വെള്ളം കയറി ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചകിരിച്ചോറ് 2 ചട്ടിയിലെടുത്തിട്ട് കുറച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആ കൊമ്പുകളൊന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നല്ല ഷെയ്ഡുള്ള തണലുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുക. കുറച്ച് ദിവസത്തേക്ക് നനക്കൊന്നും വേണ്ട കേട്ടോ. തന്നെ അവിടെ ഇരുന്നിട്ട് ഇതിലേക്ക് വേരൊക്കെ ഇറങ്ങി വരും. ഇപ്പോൾ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് തണലത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ആകെ ഇത്രയും കൊമ്പ് മുറിച്ചിട്ടുള്ളെങ്കിലും അതിൽ 2 കൊമ്പ് മാത്രമേ പിടിപ്പിക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വേണം പിടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പിടിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറേ ചെടികൾ ഉണ്ടാക്കിയിട്ട് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെടിയുടെ പരിപാടി ഈ